जय माधवा जय कुंज बिहारी जय राधा माधवा जय कुंज बिहारी जय गोपी जन वल्लभा जय गिरिवरधारी जय गिरिवरधारी जय गोपी जन वल्लभा जय गिरिवरधारी जय गिरिवरधारी यशोदनन्दना व्रज जनरञ्जना यशोदनन्दना व्रज जनरञ्जना यशोदनन्दना व्रज जनरञ्जना यशोदानन्दना व्रज जनरञ्जना यमुनतीरा वनचारी जय राधा माधवा जय कुंज बिहारी जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे
Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare. Jaya Krishna Balaram, Jaya Krishna Balaram, Krishna Balaram, Jaya Krishna Balaram, Jaya Gauranita, Jaya Gauranita, Gauranita, Jaya Gauranita, Jaya Prabhupada, 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 Srila Prabhupada. Jaya Gurudeva, 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 Srila Gurudeva, Sita Gaur Haribo, 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 Sita Gaur Haribo. जय श्री श्री कृष्ण बलराम की, श्री श्री जगन्नाथ सुभद्र बलदेव की, श्री श्री गौर निताय सुंदर भगवान की, जगत गुरु श्रील प्रभुपाद की, श्रील गुरुदेव की, युग धर्म हरिनाम संकीर्तन यज्ञ की, हरे कृष्ण महामंत्र की, सामवेद गौर भक्तवृंद की, निताय गौर प्रेमानंदे। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। Hare Krishna devotees, please accept my humble obeisances. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ശ്രീമദ് ഭാഗവതം കാൻഡോ 1 അധ്യായം 4 രണ്ടാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ശ്ലോകം ഞാൻ വായിക്കാം. ശൗനക ഉവാച സുത സുത മഹാഭാഗ വദനോ വദതാം വര കഥാം ഭാഗവതീം പുണ്യം യഥാഹ ഭഗവാൻ ചുകഃ. ശൗനക ഉവാച സുത സുത മഹാഭാഗ വദനോ വദതാം വര കഥാം ഭഗവതീം പുണ്യം യഥാഹ ഭഗവാൻ ചുകഃ. ശൗനക ഉവാച സുത സുത മഹാഭാഗ വദനോ വദതാം വര കഥാം ഭാഗവതീം പുണ്യം യഥാഹ ഭഗവാൻ ചുകഃ. വേർഡ് ടു വേർഡ് മീനിങ് നോക്കാം. ശൗനക ശൗനക ഉവാച അരുളി ചെയ്തു, സുത സൂത ഓ സുത ഗോസ്വാമി, മഹാഭാഗ മഹാഭാഗ്യവാനായ, വദ ദയവായി ദയവായി അരുളി ചെയ്താലും, നഹ ഞങ്ങൾക്ക്, വദതാം വർണ്ണിക്കാൻ കഴിവുള്ള അങ്ങ്, വര ബഹുമാന്യനായ, കഥാം സന്ദേശം, ഭാഗവതീം ഭാഗവതത്തിന്റെ, പുണ്യം പുണ്യമായ, യൽ ഏത്, ആഹ പ്രസ്താവിച്ചു, ഭഗവാൻ മഹാശക്തിമത്തായ, ശുഗഃ ശ്രീ ശുകദേവ ഗോസ്വാമി. വിവർത്തനം ഭാവാർത്ഥം ബൈ ജഗദ്ഗുരു ശ്രീല പ്രഭുപാദ്. ശ്രീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം വായിക്കാം. ശൗനക ഋഷി അരുളി ചെയ്തു, അല്ലയോ സുത ഗോസ്വാമി, സംവദിക്കാനും വർണ്ണിക്കാനും കഴിവുള്ള, സർവരിലും ആദരണീയനും മഹാഭാഗ്യവാനുമാണ് അങ്ങ്. ശ്രേഷ്ഠനും പ്രഭാവശാലിയുമായ ശുകദേവ ഗോസ്വാമിയാൽ വർണ്ണിക്കപ്പെട്ട ശ്രീമദ് ഭാഗവത പുണ്യ സന്ദേശങ്ങളെ ദയവായി വിശദീകരിച്ചാലും. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാഖയ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലെ സ്വയം രൂപകഥാമഹ്യം ദദാതി സുധാ. സപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ പ്രിയേ. നമോ വിഷ്ണുപദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലെ ശ്രീമതി സംഘർഷൻദാസ് അധികാരീതി നാമിനി. നമോ പ്രപാദാനക പ്രേമമൂർത്തെ കൃപാത്മനി ഗൗരദേശ വികാഷാടുത്ത ഉത്തമ ഭക്തി വർഷി. നമോ വിഷ്ണുപദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലെ ശ്രീമദേ ഭക്തി വേദാന്ത സ്വാമിനതി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ
निर्विशेष शून्यवादी पाश्चात्य देश तारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्त वृंद हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे वाञ्छा कल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। अनंत कोटि वैष्णव वृंद की जय। ഹരേ കൃഷ്ണ ഡിവോട്ടീസ്, അങ്ങനെ ഒരിക്കൽ കൂടി ഒരു ഭാഗ്യം വന്നിരിക്കുകയാണ് ശ്രീമദ് ഭാഗവതം പറയാനായിട്ട്. അപ്പോ ഈ ഒരു അവസരം തന്ന ഐശ്വര്യ മാതാജിക്കും കഥാമൃത പ്രഭുവിനും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതുകൂടാതെ ഭാഗവതം ശരിയായ വാക്കുകൾ ശരിയായ സമയത്ത് എൻ്റെ നാവിൽ നിന്ന് വരുവാൻ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളുടെയും അനുഗ്രഹത്തിന് വേണ്ടി എല്ലാവരും ദയവ് ചെയ്ത് എന്നെ അനുഗ്രഹിക്കുക. നിങ്ങളുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും പറയാൻ കഴിയൂ. നിങ്ങളുടെയും ഗുരുവിൻ്റെയും അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവരും എന്നെ അനുഗ്രഹിക്കുക. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. താങ്ക് യു വെരി മച്ച്. അപ്പോ ഈ ശ്ലോകത്തില് ശൗനക ഋഷി അരുളി ചെയ്തു, അല്ലയോ സുത ഗോസ്വാമി, സംവദിക്കാനും വർണ്ണിക്കാനും കഴിവുള്ള സർവരിലും ആദരണീയനും മഹാഭാഗ്യവാനുമാണ് അങ്ങ്. ശ്രേഷ്ഠനും പ്രഭാവശാലിയുമായ സുഖദേവ ഗോസ്വാമിയാൽ വർണ്ണിക്കപ്പെട്ട ശ്രീമദ് ഭാഗവത പുണ്യ സന്ദേശങ്ങളെ ദയവായി വിശദീകരിച്ചാലും. ഇതാണ് ഈ വിവർത്തനത്തിൽ പറയുന്നത്. അതായത് ശൗനക ഋഷി സുത ഗോസ്വാമിയോട് ചോദിക്കുന്നതാണ്. അദ്ദേഹം ശൗനക ഋഷി പറയുന്നു, സുതഗോസ്വാമി, അല്ലയോ സുതഗോസ്വാമിയ, അങ്ങ് വളരെ ഭാഗ്യവാനാണ്. കാരണം അദ്ദേഹത്തിന് നേരിട്ട് ഭാഗവതം ശുകദേവ ഗോസ്വാമിയിൽ നിന്ന് കേൾക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചു. അങ്ങനെ കേട്ട ആ ഭാഗവതത്തെ ഞങ്ങൾക്ക് കൂടി പറഞ്ഞു തരൂ എന്നാണ് ശൗനക ഋഷി സൂത ഗോസ്വാമിയോട് ഇവിടെ ചോദിക്കുന്നത്. ഇനി ഭാവാർത്ഥത്തിൽ പ്രഭുപാദ് എന്താണ് നമുക്ക് കൂടുതൽ ഈ ശ്ലോകത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ശുകദേവ ഗോസ്വാമിയാൽ വർണ്ണിക്കപ്പെട്ട ശ്രീമദ് ഭാഗവത ഗ്രന്ഥ ശ്രവണത്തിനും സഭാംഗങ്ങൾ അത്യധികം വ്യഗ്രരായകയാൽ അതിരേകമായ സന്തോഷത്താൽ ശൗനക ഗോസ്വാമി ഇവിടെ സുത ഗോസ്വാമിയെ 2 പ്രാവശ്യം അഭിസംബോധന ചെയ്തു. ഇവിടെ സുതസൂത എന്ന് ശൗനക വാച സുതസൂത മഹാഭാഗ സുതസൂത എന്ന് 2 തവണ സുത ഗോസ്വാമിയുടെ നാമം ശൗനക ഋഷി ഇവിടെ ഉച്ചരിച്ചിരിക്കുകയാണ്. കാരണം അതിന് പ്രഭുപാദ് പറയുന്നത് ആ എന്തൂസിയാസം കൊണ്ടാണ് ശൗനക ഋഷി 2 തവണ സുതസൂത സുത എന്ന് 2 തവണ വിളിച്ചിരിക്കുന്നത് എന്നാണ് ശ്രീല പ്രഭുപാദ് ഇവിടെ പറയുന്നത്. നമ്മളെല്ലാം നമ്മുടെ ഭൗതിക ലോകത്തിലാണെങ്കിൽ നമുക്കൊരു എന്തൂസിയാസം, വളരെ ഒരു ഉത്സാഹമുള്ള ഒരു കാര്യത്തിന് നമ്മൾ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ 2ഓ 3ഓ തവണ അവരുടെ പേരുകൾ വിളിക്കുന്നത് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോ ആ ശൗനക ഋഷിയുടെ ഭാഗവതം കേൾക്കാനുള്ള അതിയായ ആഗ്രഹം കൊണ്ടാണ് അദ്ദേഹം സുത ഗോസ്വാമിയോട് സുത എന്ന് 2 തവണ വിളിക്കുന്നത്. സ്വലക്ഷ്യങ്ങൾക്ക് അനുയോജ്യമാം വിധം സ്വന്തം രീതിയിൽ ആഖ്യാനം ചെയ്യുന്ന വ്യാജനായ വ്യക്തിയിൽ നിന്നും ശ്രവിക്കാൻ അവർക്ക് താല്പര്യമില്ല. ഇവിടെ പറയുന്നത് സ്വന്തം നേട്ടത്തിന് വേണ്ടി ഭാഗവതം പാരായണം ചെയ്യുന്ന വ്യക്തികളിൽ നിന്നും ശ്രവിക്കാനായിട്ട് ശൗനക ഋഷികൾക്കോ അല്ലെങ്കിൽ നൈമിഷാരണ്യത്തിൽ കൂടിയിരിക്കുന്ന 80,000-ഓളം ഋഷിവര്യന്മാർക്കോ താല്പര്യമില്ല എന്നാണ് പ്രഭുപാദയോട് പറയുന്നത്. സാധാരണ ഭാഗവത ആഖ്യാതാക്കൾ എന്ന് അറിയപ്പെടുന്നവർ പരമപുരുഷന്റെ അതീന്ദ്രിയ വ്യക്തിഗത കർമ്മങ്ങളിൽ പ്രവേശിക്കാൻ സാധ്യമല്ലാത്ത പണ്ഡിത നിർവ്യക്തികവാദികൾ എന്ന് അറിയപ്പെടുന്നവരോ ഭാഗവത പാരായണം തൊഴിലായി സ്വീകരിച്ചവരോ ആയിരിക്കും.
ഇവിടെ പ്രഭുപാദ് ഈ ഈ ഭാവാർത്ഥത്തിൽ 2 തരം ഭാഗവത പ്രഭാഷകരെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഈ ഈ പ്രഭാഷകരെ കുറിച്ച് പ്രഭുപാദ് എന്തിനാണ് ഈ പർപ്പട്ടിൽ പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ ചുറ്റിലും നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഭാഗവതത്തെ പല രീതിയിൽ അവരുടെ ഇഷ്ട പ്രകാരം പ്രചരണം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോ ആ ശരിയും തെറ്റും ഓരോ കൃഷ്ണാബോധം പ്രാക്ടീസ് ചെയ്യുന്ന ഓരോ ഭക്തന്മാരും വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീല പ്രഭുപാദ് ഈ ഭാവാർത്ഥത്തിൽ പ്രത്യേകിച്ചും ഈ 2 തരം വ്യത്യസ്തരായ ഭാഗവത പ്രചാരകരെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. കാരണം നമ്മളിൽ പലരും തുടക്കക്കാരുണ്ടായിരിക്കും, നമ്മളെല്ലാം കുറച്ചു പേര് തുടക്കക്കാരുണ്ടായിരിക്കും, സീനിയേഴ്സ് ആയിട്ടുള്ളവരുണ്ടായിരിക്കും. അപ്പോൾ തുടക്കത്തിലുള്ള ആളുകൾക്കുള്ള ഒരു സാധാരണ കാണുന്ന ഒരു ടെൻഡൻസി എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഞാനെല്ലാം വന്നിരുന്ന സമയത്ത് ഞാനൊരു തുടക്കക്കാരാണ് ഇപ്പോഴും, എങ്കിലും ഞാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ആദ്യം കേട്ടു തുടങ്ങിയത് ഗൗർ ഗോപാൽദാസ് ലെക്ചേഴ്സ് ആണ് ആദ്യം കേട്ടത്. അത് തന്നെ വളരെ ആകർഷിച്ച പ്രഭാഷണങ്ങളാണ് അദ്ദേഹത്തിന്റെ. ഒരുപാട് തമാശയും പിന്നെ വളരെ ചിന്തിക്കാനുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും നൽകിക്കൊണ്ടാണ് അദ്ദേഹം ലെക്ചർ എടുത്തത്. അപ്പൊ അത് എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ അട്രാക്ട് ചെയ്തു. അത് കേട്ടിട്ടാണ് പിന്നെ എൻ്റെ എന്താ പറയാ ദീക്ഷാ ഗുരുക്കളും അവരുടെ എല്ലാം നിർദ്ദേശപ്രകാരം, അല്ലെങ്കിൽ കൂടുതൽ ഇതിനെ മനസ്സിലാക്കും തോറുമാണ് ഞാൻ വേറെ കൂടുതൽ നമ്മുടെ ഡിവോട്ടീസിന്റെ ലെക്ചർ കേൾക്കാൻ തുടങ്ങിയത്. പക്ഷെ അതേ സമയത്തും ഞാൻ മലയാളത്തിലുള്ള പല ലെക്ചേഴ്സും സെർച്ച് ചെയ്യുമ്പോൾ, ഇപ്പൊ യൂട്യൂബിലെല്ലാം സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള പലതരത്തിലുള്ള ഭാഗവത പ്രചാരകരുടെ ലെക്ചേഴ്സ് കേൾക്കാനിടയായി. അപ്പോ എന്നെ പോലുള്ള ഒരു തുടക്കക്കാരന് ഒരു പക്ഷെ വഴി തെറ്റിപ്പോവാൻ കാരണമായേക്കും അത്തരത്തിലുള്ള ലെക്ചേഴ്സ്. കാരണം അതിൽ ശ്രീല പ്രഭുപാദ് പ്രത്യേകം പറയുന്നു, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രചാരം ചെയ്യുന്ന ആളുകൾ, അതായത് ധനം ലഭിക്കാൻ വേണ്ടി ഭാഗവത പ്രചാരം ചെയ്യുന്ന ആളുകൾ. രണ്ടാമത്തെ ഒരു കൂട്ടർ എന്ന് പറയുന്നത് ഈ ഭാഗവതം എല്ലാം പ്രചരിപ്പിച്ചാലും ഇതിനെല്ലാം വളരെ ഭംഗിയായിട്ട് അവർ ക്ലാസ് എടുക്കുമെങ്കിലും അൾട്ടിമേറ്റ്ലി അവര് വിശ്വസിക്കുന്നത് ഭഗവാൻ എന്ന് പറയുന്ന ആൾക്ക് ഒരു വ്യക്തിത്വമില്ല, അതൊരു ബ്രഹ്മം, എല്ലാം ബ്രഹ്മത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഈ പറയുന്ന ഭഗവാൻ അല്ലെങ്കിൽ കൃഷ്ണൻ, വിഷ്ണു, ശിവൻ എല്ലാവരും ബ്രഹ്മത്തിൽ നിന്നാണ് വരുന്നത്. പിന്നെ ഈ നമ്മളാകുന്ന ജീവാത്മാക്കളും ബ്രഹ്മവും എല്ലാം ദൈവം തന്നെയാണ്. നമ്മുടെ എന്താ പറയാ മരണശേഷം ഈ ജീവാത്മാവ് തിരിച്ച് ബ്രഹ്മത്തിൽ ലയിക്കും എന്നാണ് ഈ പറയുന്ന ബ്രഹ്മവാദികൾ അല്ലെങ്കിൽ ഈ അവ്യക്തഗതവാദികൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകളുടെ പ്രഭാഷണങ്ങൾ കേൾക്കുന്ന ഒരു പുതിയ വ്യക്തി അതാണ് ശരി എന്ന് കരുതി ആ മാർഗത്തിലൂടെ പോവാനും അവരുടെ അസുലഭമായി ലഭിച്ച ഈ മനുഷ്യജന്മം ഒരു പക്ഷേ വേസ്റ്റായി പോവാനും സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ശ്രീല പ്രഭുപാദ് ഈ ഭാവാർത്ഥത്തിൽ വളരെ വ്യക്തമായി 2 തരം ഭാഗവത പ്രചാരകരെ കുറിച്ച് പറയുന്നത്. അത് നമുക്ക് ഒന്നുകൂടി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഭാവാർത്ഥം വായിക്കുമ്പോൾ കൂടുതൽ അതിനെക്കുറിച്ച് മനസ്സിലാവും. അത്തരം നിർവ്യക്തികവാദികൾ നിർവ്യക്തിക വീക്ഷണങ്ങളെ പിന്താങ്ങുകയും അവയ്ക്ക് അനുയോജ്യമായ ഭാഗവതത്തിൽ ഇല്ലാത്ത വളച്ചൊടിച്ച ചില അർത്ഥങ്ങൾ ഉൾക്കൊള്ളിക്കുകയും ചെയ്യുന്നു. കണ്ടോ, ഇപ്പോ ഈ നിർവ്യക്തികവാദികൾ, അതായത് ഭഗവാന് രൂപമില്ല എന്ന് പ്രചരിപ്പിക്കുന്ന പ്രചാരകർ ഭാഗവതത്തിൽ പറയാത്ത അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പല കാര്യങ്ങളും, അല്ലെങ്കിൽ പല ഭാഗവതത്തിൽ പറഞ്ഞ പല കാര്യങ്ങളും വളച്ചൊടിച്ച് തെറ്റായ അർത്ഥങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നു എന്നാണ് ശ്രീല പ്രഭുപാദ് ഇവിടെ പറയുന്നത്. എന്നാൽ ഭാഗവത പാരായണം തൊഴിലായി സ്വീകരിച്ചവരാകട്ടെ നേരെ ദശമസ്കന്ധത്തിലേക്ക് കടക്കുന്നു. ഇനി രണ്ടാമത്തെ കൂട്ടരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആദ്യം നമ്മൾ കണ്ടു നിർവ്യക്തികവാദികൾ, അതായത് ഭഗവാന് രൂപമില്ല എന്ന് പ്രചരിപ്പിക്കുന്ന ആളുകൾ ഈ പറയുന്നത് പോലെ
ഭാഗവതത്തിലെ കഥകളും അല്ലെങ്കിൽ അതിലെ തത്വങ്ങളെല്ലാം അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ വളച്ചൊടിക്കുകയും അൾട്ടിമേറ്റ്ലി ഭഗവാൻ എന്ന് പറയുന്നത് ഒരു രൂപമില്ലാത്ത ഒരു ശക്തിയാണ്, പരബ്രഹ്മമാണ്. ആ ബ്രഹ്മത്തിൽ നിന്നാണ് എല്ലാം ഉരുത്തിരിഞ്ഞു വരുന്നത്. കാലശേഷം നമ്മൾ എല്ലാവരും ബ്രഹ്മത്തിൽ ലയിക്കും എന്നുള്ള ഒരു സിദ്ധാന്തത്തെയാണ് അവർ പ്രചരിപ്പിക്കുന്നത് എന്നാണ് ഫസ്റ്റ് കൂട്ടരെ കുറിച്ച് നമ്മൾ പ്രഭുപാദ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമതായിട്ടുള്ള വ്യക്തികളെ കുറിച്ച് പറയുന്നു. അവർ ഭാഗവത പാരായണം തൊഴിലായി സ്വീകരിച്ചവരാണ്. അവർ ഭാഗവത പാരായണം ഒരു ഉപജീവന മാർഗമായിട്ട് സ്വീകരിച്ച വ്യക്തികളാണ്. അവര് ഭാഗവത സപ്താഹങ്ങൾ നടത്തുന്നു, പലവിധ ഭാഗവത കഥാ പ്രവചനങ്ങൾ നടത്തുന്നു. ഇതെല്ലാം പൈസ സമ്പാദിക്കാൻ വേണ്ടി ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അത്തരം വ്യക്തികളാകട്ടെ നേരെ ദശമസ്കന്ധത്തിലേക്ക് കടക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ പറയുന്ന വ്യക്തികൾ ഈ ദശമസ്കന്ധത്തിലുള്ള ഭഗവാന്റെ പ്രത്യേകിച്ചും രാസലീല വളരെ വളരെ ശുദ്ധമായ ഭക്തർ മാത്രം കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് ഭഗവാന്റെ രാസലീലയും ഗോപികളുമായിട്ടുള്ള എന്താ പറയാ പ്രവർത്തികൾ. അത് നമ്മൾ സാധാരണ ഒരു ഭക്തന്റെ തലത്തിൽ നിന്ന് അതിനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം നമ്മളെപ്പോഴും ആ ഒരു ഭൗതിക ഇന്ദ്രിയങ്ങളുടെ ആംഗിളിൽ നിന്നാണ് ഈ രാസലീലയും അല്ലെങ്കിൽ ഭഗവാന്റെ അതീന്ദ്രിയമായ ഇത്തരം ലീലകളെയെല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഭൗതിക ഇന്ദ്രിയങ്ങൾക്ക് ആ പൂർണ്ണ വിശുദ്ധി ഇല്ലാത്തതിനാൽ ആ ലീലകളെ നമുക്ക് ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അതിനാൽ തന്നെയാണ് ഈ പറയുന്ന ഭാഗവതത്തിലെ 10-ാം സ്കന്ധത്തിൽ പറയുന്ന ഈ പ്രത്യേക ഏരിയ നമ്മൾ അല്ലെങ്കിൽ ഈ സാധാരണ ആളുകളൊന്നും അങ്ങനെ അത് വായിച്ച് രസിക്കാൻ പാടില്ലാത്തതാണ്. കാരണം ആ ഒരു പ്യൂരിറ്റി ഇല്ലാത്തത് കൊണ്ട്. പക്ഷേ ഇത്തരക്കാർ ഡയറക്ട്ലി ആ 10-ാമത്തെ അധ്യായത്തിലുള്ള ഈ രാസലീലകളെ കുറിച്ചും എല്ലാം വ്യാഖ്യാനിക്കുന്നു. യഥാർത്ഥത്തിൽ ഭാഗവതം വായിക്കുന്നതിന് ഒരു ഓർഡർ ഉണ്ട് എന്ന് ശ്രീല പ്രഭുപാദ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. 1-ാം സ്കന്ധം, 2, 3, 4, 5 അങ്ങനെ ആ പ്രോഗ്രസീവ് ആയിട്ടുള്ള രീതിയിൽ മാത്രമേ ഭാഗവതത്തെ പഠിക്കാൻ പാടുള്ളൂ എന്ന് ശ്രീല പ്രഭുപാദ് ആമുഖത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഉപജീവന മാർഗത്തിന് വേണ്ടി ഭാഗവതം പറയുന്ന ആളുകൾ കേൾക്കുന്ന ആളുകളെ രസിപ്പിക്കുവാൻ വേണ്ടി, അവർക്ക് കേൾക്കുമ്പോൾ ഒരു സന്തോഷവും അവർക്കൊരു ജിജ്ഞാസയും അല്ലെങ്കിൽ അവർക്ക് അത് കേട്ടിട്ട് കൂടുതൽ ഇയാൾക്ക് പണം കിട്ടാൻ വേണ്ടി അവരെ രസിപ്പിക്കുന്ന രീതിയിൽ ഈ കഥകളെല്ലാം പറയുന്നു എന്നാണ് ശ്രീല പ്രഭുപാദ് പറയുന്നത്. ഒരിക്കൽ ശ്രീല പ്രഭുപാദ് പേര് ഞാൻ മറന്നു, 2 ഇന്ത്യൻ ഡിവോട്ടീസ് ആണ്, വളരെ സീനിയർ ആയിട്ടുള്ള, പക്ഷെ അവര് ഇസ്കോൺ ഡിവോട്ടീസ് ആയിട്ടില്ല. അവരുടെ വീട്ടിൽ പ്രഭുപാദ് താമസിക്കാനിടയായി. ഒരു 3-4 ദിവസം പ്രഭുപാദ് അവിടെ താമസിച്ചിരുന്നു. അപ്പൊ പ്രഭുപാദിന്റെ ലെക്ചറിന് ശേഷം ഈ 2 കപ്പിൾസ് പ്രഭുപാദിന്റെ അടുത്ത് വന്നിട്ട് പറയും, പ്രഭുപാദ് ഞങ്ങൾക്ക് ഭഗവാന്റെ രാസലീലയെ കുറിച്ച് കേൾക്കണമെന്ന് ഭയങ്കര അതിയായ ആഗ്രഹമുണ്ടെന്ന്. അപ്പൊ പ്രഭുപാദ് പറയും ഇന്ന് വേണ്ട, നാളെ ആകട്ടെ എന്ന് പറയും. അപ്പൊ അവര് വീണ്ടും തിരിച്ചു പോകും. വീണ്ടും പിറ്റേ ദിവസം അവര് ക്ലാസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പ്രഭുപാദിനെ പേഴ്സണലായി കണ്ടിട്ട് ചോദിക്കും, പ്രഭുപാദ് ഞങ്ങൾക്ക് ഭഗവാനെ രാസലീലയെ കുറിച്ചും ഭഗവാന്റെ നിഗൂഢമായ ഇതുകളെ കുറിച്ചും എല്ലാം അറിയണമെന്ന് ആഗ്രഹം. പ്രഭുപാദ് പറയും നാളെ ആകട്ടെ, പിറ്റേ ദിവസം ആകട്ടെ. ഇങ്ങനെ പ്രഭുപാദ് ഇവരെ പരമാവധി ഇവരായിട്ട് തന്നെ അത് ഉപേക്ഷിക്കുകയാണെങ്കിൽ അത്രയും നല്ലത് എന്ന് കരുതിയിട്ടാണ് പ്രഭുപാദ് ഇത് നീട്ടിവെച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവര് തിരിച്ചും വീണ്ടും വീണ്ടും ഓരോ ദിവസവും വന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ അവസാന ദിവസം പ്രഭുപാദ് ഇവരോട് പറഞ്ഞു, നിങ്ങൾ അത് കേൾക്കുവാൻ ഉള്ള വിശുദ്ധിയുള്ള ആളുകളായിരിക്കും, പക്ഷെ ഞാൻ അത് പറയാനുള്ള വിശുദ്ധിയില്ലാത്തവനാണ് എന്നാണ് പ്രഭുപാദ് അവരുടെ അടുത്ത് പറഞ്ഞത്. നിങ്ങൾ ഒരു പക്ഷെ അത് കേൾക്കാനുള്ള പ്യൂരിറ്റി ഉള്ള വ്യക്തികളായിരിക്കാം, പക്ഷെ എനിക്ക് അത് പറയാനുള്ള പ്യൂരിറ്റി ഇല്ല എന്നാണ് ശ്രീല പ്രഭുപാദ് പോലും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം മറ്റുള്ള സാധാരണ വ്യക്തികൾ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്നുള്ളത്. ഇനി തുടർന്ന് വായിക്കാം. ശ്രീമദ് ഭാഗവത വർണ്ണനത്തിന് ഈ 2 കൂട്ടരും ഉത്തമ വിശ്വാസ യോഗ്യരല്ല.
ഇവിടെ വളരെ വ്യക്തമായി ശ്രീല പ്രഭുപാദ് പറയുന്നു, ശ്രീമദ് ഭാഗവതത്തെ വർണ്ണിക്കുവാൻ ഈ രണ്ടു കൂട്ടരും ഉത്തമ യോഗ്യരല്ല, അവർക്ക് അതിനുള്ള യോഗ്യതയില്ല എന്നാണ് ശ്രീല പ്രഭുപാദ് പറയുന്നത്. ശുകദേവ ഗോസ്വാമിയുടെ മാർഗനിർദ്ദേശത്തിൽ ശ്രീമദ് ഭാഗവതം അവതരിപ്പിക്കാൻ പരിശീലനം ലഭിച്ചവരും ശുകദേവ ഗോസ്വാമിയെയും അദ്ദേഹത്തിന്റെ പ്രതിനിധികളെയും ശ്രവിക്കാൻ തയ്യാറായവരും മാത്രമാണ് ശ്രീമദ് ഭാഗവതത്തിന്റെ അതീന്ദ്രിയ ചർച്ചയ്ക്ക് ഉത്തമ വിശ്വാസ യോഗ്യരായവർ. ഇവിടെ വളരെ വ്യക്തമായിട്ട് ശ്രീല പ്രഭുപാദ് പറയുന്നുണ്ട്, ആരാണ് ശ്രീമദ് ഭാഗവതം പറയാൻ യോഗ്യതയുള്ളവരും ആരാണ് ശ്രീമദ് ഭാഗവതം ശ്രവിക്കാൻ യോഗ്യത ഉള്ളവരും. ഇങ്ങനെ രണ്ടു കൂട്ടരെ പറ്റി ഇവിടെ ഈ ഭാവാർത്ഥത്തിന്റെ അവസാനത്തിൽ ശ്രീല പ്രഭുപാദ് പറയുന്നുണ്ട്. അതെന്താണ് നമുക്കൊന്നും കൂടി ഒന്ന് വിവരിക്കാം. ശുകദേവ ഗോസ്വാമിയുടെ മാർഗനിർദ്ദേശത്തിൽ, അതായത് ആരാണോ ശുകദേവ ഗോസ്വാമി പറഞ്ഞ അതിന്റെ അന്തസത്ത മനസ്സിലാക്കിക്കൊണ്ട് ശ്രീമദ് ഭാഗവതത്തെ ഭാഗവത് പരമ്പരയിലൂടെ ഭാഗവതത്തെ പ്രചരിപ്പിക്കുന്നത്, അവർക്ക് ഇതിനുള്ള യോഗ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ആരെല്ലാമാണോ സുഖദേവ ഗോസ്വാമിയുടെ പരമ്പരയിൽ സുഖദേവ ഗോസ്വാമി പറഞ്ഞ അതിന്റെ അന്തസത്ത മനസ്സിലാക്കി കൂടുതലോ കുറവുകളോ ഒന്നുമില്ലാതെ അതുപോലെ ആസ് ഇറ്റ് ഈസ്, അതാണ് ശ്രീല പ്രഭുപാദ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ആസ് ഇറ്റ് ഈസ്, ശ്രീമദ് ഭാഗവതം ആസ് ഇറ്റ് ഈസ്, ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ്, കൂടുതലോ കുറയ്ക്കലോ ഒന്നുമില്ല, അതുപോലെ തന്നെ പറയുന്നവരാരാണോ അവരാണ് ഇത് പ്രചരിപ്പിക്കാൻ അല്ലെങ്കിൽ ഭാഗവതത്തെ വർണ്ണിക്കാൻ യോഗ്യരായിട്ടുള്ളവർ എന്നാണ് പറയുന്നത്. ഇനി ആരാണ് കേൾക്കാൻ യോഗ്യരായിട്ടുള്ളവർ? അതായത് ശുകദേവ ഗോസ്വാമിയെയും അദ്ദേഹത്തിന്റെ പ്രതിനിധികളെയും ശ്രവിക്കാൻ തയ്യാറായവരും മാത്രമാണ്. ശുകദേവ ഗോസ്വാമി ഈ ഭാഗവതം പറയുന്ന സമയത്ത് അവിടെ സൂത ഗോസ്വാമി ഉണ്ടായിരുന്നു. അപ്പൊ അവരെല്ലാവരും അത് വളരെ ആകാംക്ഷയോടും എന്താ പറയാ സിൻസിയറായിട്ടും അവരത് കേൾക്കാൻ ശ്രമിച്ചു. ആ സൂത ഗോസ്വാമിയുടെ പരമ്പരയിൽ വരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കീഴിൽ വരുന്ന അദ്ദേഹത്തിന്റെ മനോഭാവത്തിലുള്ള വ്യക്തികൾക്ക് മാത്രമേ ശ്രീമദ് ഭാഗവതത്തിന്റെ ആ കഥ അമൃതത്തെ ശ്രവിക്കുവാനുള്ള യോഗ്യതയുള്ളൂ എന്നാണ് ഈ പർപ്പട്ടിൽ പറയുന്നത്. അപ്പോ ഈ പർപ്പട്ട് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടു തരം ഭാഗവത പ്രചാരകരെ കുറിച്ച് ഈ പർപ്പട്ടിൽ പറഞ്ഞു. ഒന്ന് അതീന്ദ്രിയവാദികൾ, അവർ ഭഗവാനെ കുറിച്ച് വളരെ മനോഹരമായി വർണ്ണിക്കുകയും അവസാനം എല്ലാം ബ്രഹ്മമാണെന്ന് പറയുകയും ഈ ജീവാത്മാക്കളും നമ്മളെല്ലാം ദൈവങ്ങൾ തന്നെയാണ്, അഹം ബ്രഹ്മാസ്മി എന്നുള്ളത് ഞാനും ബ്രഹ്മമാണ്, ഈ ജീവൻ വെടിയുന്ന സമയത്ത് ഞാൻ ബ്രഹ്മനിൽ ലയിക്കും എന്നുള്ള ഒരു തത്വത്തെ ആണ് പറഞ്ഞു വിടുന്നത്. രണ്ടാമത്തെ കൂട്ടര് ഉപജീവന മാർഗത്തിന് വേണ്ടി ശ്രീമദ് ഭാഗവതത്തെ വ്യാഖ്യാനിക്കുന്നവർ, അവരുടെ ഇഷ്ടപ്രകാരം വ്യാഖ്യാനിക്കുന്നവർ, കൂടാതെ നേരിട്ട് ദശമസ്കന്ധത്തിലെ രാസലീലയും അല്ലെങ്കിൽ ഭഗവാന്റെ അതീന്ദ്രിയമായ രഹസ്യമായ ലീലകളെ പണം സമ്പാദിക്കുവാൻ വേണ്ടി പ്രചരിപ്പിക്കുന്ന രണ്ടു തരം ആളുകളെ കുറിച്ച് പ്രഭുപാദ് ഇവിടെ പറഞ്ഞിരിക്കുന്നു. അവരെ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ചും പുതിയതായിട്ട് വരുന്ന ഭക്തർ അത്തരക്കാരിൽ നിന്ന് ശ്രീമദ് ഭാഗവതമോ ഭഗവത് കഥകളോ ശ്രവിക്കാതിരിക്കുക. കാരണം അത് നമ്മളെ ശരിയായ പാതയിൽ നിന്ന് വഴിതെറ്റിച്ചു കൊണ്ടുപോകുമെന്നാണ് ശ്രീല പ്രഭുപാദ് നമുക്ക് പറഞ്ഞു തരുന്നത്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വളരെ വ്യക്തമായിട്ട് കൊണ്ട് തന്നെ ഈ പർപ്പട്ടിൽ അദ്ദേഹം ഇത് ഉൾക്കൊള്ളിച്ചത്. അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഇവിടെ എഴുതേണ്ട കാര്യമില്ല അദ്ദേഹത്തിന്. അപ്പോൾ അത് നമ്മളെ പോലുള്ള അല്ലെങ്കിൽ സാധാരണ എന്നെ പോലുള്ള പുതിയ ഭക്തന്മാര് വ്യക്തമായി മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് അതിവിടെ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്, ആർക്കാണ് ഈ ഭാഗവതത്തെ പറയുവാനും കേൾക്കുവാനും യോഗ്യത ഉള്ള രണ്ടു തരം വ്യക്തികൾ ആരാണ് എന്നാണ് ഈ പർപ്പട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇതിന്റെ പർപ്പട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് കൂടാതെ ഞാൻ മുകുന്ദമാല സ്തോത്രം ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിൽ എനിക്ക് വളരെ എന്താ പറയാ ഒരു
ആകർഷിച്ച ഒരു ശ്ലോകമുണ്ട്. അതില് 17ാമത്തെ ശ്ലോകത്തിലാണ് അത് പറയുന്നത്. 18ാമത്തെ ശ്ലോകത്തിൽ. അപ്പൊ അതില് ഇങ്ങനെ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഭഗവാന്റെ ലീലകൾ അല്ലെങ്കിൽ ഭഗവാന്റെ അതീന്ദ്രിയമായ പ്രവർത്തികൾ കേൾക്കാത്ത ചെവികൾ പാമ്പിന്റെ മാളങ്ങൾ പോലെയാണെന്ന് പറയുന്നു. അതായത് ഭഗവാന്റെ നാമം കേൾക്കാത്ത, ഭഗവാന്റെ കഥകൾ ശ്രവിക്കാത്ത ചെവികൾ പാമ്പിന്റെ മാളം പോലെയാണ്. പിന്നെ ഭഗവാന്റെ വിഗ്രഹം അല്ലെങ്കിൽ ഭഗവാന്റെ അതിസുന്ദരമായ വിഗ്രഹങ്ങൾ അത് ദർശിക്കാത്ത, ആ രൂപം ദർശിക്കാത്ത കണ്ണുകൾ മയിൽപീലി കണ്ണുകൾ പോലെയാണ്. ആ മയിൽപീലി കണ്ണുകൾക്ക് ഒന്നും കാണാനുള്ള ശേഷിയില്ല എന്നതുപോലെയാണ് നമ്മുടെ ഈ ഭൗതികമായ കണ്ണുകൾ. ഭഗവാന്റെ അതീന്ദ്രിയമായ രൂപം, വിഗ്രഹം വളരെ ഭംഗി. നമ്മുടെ ഇസ്കോൺ ടെമ്പിളുകളിലെല്ലാം, പ്രത്യേകിച്ചും ഇസ്കോൺ ടെമ്പിളുകളിൽ മാത്രം കാണുന്ന ഒരു സവിശേഷതയാണ് ഭഗവാനെ വളരെ മനോഹരമായ വസ്ത്രങ്ങളും ആഭരണങ്ങളും പുഷ്പങ്ങളും കൊണ്ട് അലങ്കരിച്ച് വളരെ മനോഹരമായി അലങ്കരിച്ച് നിർത്തുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള രൂപങ്ങൾ ദർശിക്കാത്ത കണ്ണുകൾ മയിൽപീലി കണ്ണുകൾ പോലെയാണെന്ന് പറയുന്നു. ഭഗവാന്റെ നാമം ജപിക്കാത്ത അല്ലെങ്കിൽ ഭഗവാന്റെ കഥകൾ പറയാത്ത നാവ് എന്തുപോലെയാണ്? തവളയുടെ കരച്ചിൽ പോലെയാണെന്ന് പറയുന്നു. നമ്മൾ സംസാരിക്കുന്നതും അല്ലെങ്കിൽ നമ്മുടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് തവള കരയുന്നത് പോലെയാണ്. തവള കരയുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? പാമ്പുകളെ തവളയുടെ അടുത്തേക്ക് ആകർഷിക്കുകയും ആ പാമ്പുകൾ തന്നെ ഈ തവളയെ ഭക്ഷണമാക്കുകയും ചെയ്യുന്നു എന്നതുപോലെയാണ് നമ്മുടെ ഭൗതികമായ ജൽപ്പനങ്ങൾ എന്ന് പറയുന്നു. പിന്നെ ഭഗവാന്റെ പാദത്തിൽ അർപ്പിച്ച തുളസിയുടെ ഗന്ധം ശ്രവിക്കാത്ത, എന്താ പറയുക, സ്മെല്ല് ചെയ്യാത്ത നമ്മുടെ മൂക്കുകൾ ജഡപദാർത്ഥത്തിൽ വെച്ചിരിക്കുന്ന ഒരു വസ്തു പോലെയാണെന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നു, ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവാന്റെ ഭഗവാന്റെ മുന്നിൽ കുനിക്കാത്ത അല്ലെങ്കിൽ പ്രണമിക്കാത്ത ശിരസിൽ എത്ര തന്നെ വലിയ ഒരു കിരീടം അല്ലെങ്കിൽ തലപ്പാവ്, വളരെ മനോഹരമായ ഒരു തലപ്പാവ് കൊണ്ട് ചുറ്റി ഭംഗിയാക്കിയ ഒരു ശിരസ് വെറും ഒരു ഭാരംപ്പെട്ട ഒരു കല്ല് കയറ്റി വെച്ചിരിക്കുന്നത് പോലെയാണെന്ന് പറയുന്നു. പിന്നെ ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യാത്ത നമ്മുടെ കൈകൾ, അവ വളരെ സ്വർണം കൊണ്ടും രത്നങ്ങൾ കൊണ്ടും അലങ്കരിച്ച വളകൾ ധരിച്ച് വളരെ മനോഹരമാക്കിയ കൈകളാണെങ്കിൽ കൂടി, ഭഗവാന്റെ സേവനം ചെയ്യാത്ത കൈകളാണെങ്കിൽ അവ ശവശരീരത്തിൽ ഇരിക്കുന്ന രണ്ട് എന്താ പറയാ, കൈകളെ കുറിച്ച് എന്താണ് പറയുന്നത്? ഒരു മിനിറ്റ്. അവ ശവശരീരത്തിലിരിക്കുന്ന ഒരു അധികപ്പറ്റ് പോലെയുള്ള ഒരു വസ്തു പോലെയാണ്. പിന്നെ ഭഗവാന്റെ ദിവ്യമായ ധാമങ്ങളിൽ പോകാത്ത കാലുകൾ വൃക്ഷങ്ങളെ പോലെയാണ് എന്നാണ് പറയുന്നത്. കൂടാതെ ഭഗവത് കഥകൾ കേട്ട് ആർദ്രമാകാത്ത അല്ലെങ്കിൽ ഭഗവാന്റെ നാമം ശ്രവിച്ച് ആർദ്രമാകാത്ത ഹൃദയങ്ങൾ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഹൃദയം പോലെയാണെന്ന് പറയുന്നു. ഭഗവാന്റെ ഭക്തന്മാരുടെ പാദത്തിൽ നിന്ന് വരുന്ന ധൂളികൾ ശിരസിലേറ്റാത്ത പതിയാത്ത ശിരസും, എന്താ പറയാ, എനിക്ക് ശരിക്കും ഓർമ്മ വരുന്നില്ല, അത്രയും ഉപകാരമില്ലാത്ത വെറും ഒരു അലങ്കാര വസ്തുവായിട്ടാണ് കുലശേഖര ആൾവാർ ആ മുകുന്ദമാല സ്തോത്രത്തിൽ പറയുന്നത്. അപ്പോ ഈ ഒരു കാര്യം ഞാനത് വായിച്ച സമയത്ത് എനിക്ക് വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി. അപ്പോ ഓരോ ജീവാത്മാവിൻ്റെയും ഓരോ ഇന്ദ്രിയങ്ങളും എപ്രകാരമാണ് ഭഗവാന്റെ സേവനത്തിലേക്ക് ഏർപ്പെടുത്തേണ്ടതെന്ന് വളരെ മനോഹരമായിട്ട് മുകുന്ദമാല സ്തോത്രത്തിലെ ശ്ലോകങ്ങളിൽ പറയുന്നു. പിന്നെ ഇതിലൊരു പറയുന്ന ഒരു കാര്യം, ഭഗവാന്റെ നാമം കേട്ട് ആർദ്രമാകാത്ത ഹൃദയം,
നമ്മളെല്ലാവരും പല ഒരുപാട് വർഷങ്ങളായിട്ട് ജപിക്കുന്നവരുണ്ടാവും. ഇപ്പൊ എന്നെ പോലെയുള്ള ആളുകൾ കുറച്ച് വർഷമായിട്ട് ജപിക്കുന്നു. നമുക്ക് ആ ഒരു ഭഗവാന്റെ നാമം കേട്ടിട്ട് നമുക്കൊരു ആർദ്രത നമ്മുടെ മനസ്സിൽ വരുന്നില്ല. ഇപ്പൊ പ്രത്യേകിച്ച് എന്റെ മനസ്സിലൊന്നും വരുന്നില്ല. നമ്മൾ നാമം കേൾക്കുന്നു, അല്ലെങ്കിൽ കഥകൾ കേൾക്കുന്നു, നാമം ജപിക്കുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് ആ ഒരു നാമം ജപിച്ചിട്ടൊന്നും, അല്ലെങ്കിൽ നമ്മുടെ മനസ്സെല്ലാം ആർദ്രമാകാത്തത് എന്ന് എന്നെ പോലുള്ള ആളുകൾ ശരിക്കും ചിന്തിക്കേണ്ടതാണ്. അതാണ് ഈ മുകുന്ദമാല സ്തോത്രത്തിലെ ഈ വരികൾ വായിച്ചപ്പോൾ ഞാൻ സ്വയം ആലോചിക്കാൻ തുടങ്ങിയത്. അപ്പൊ ഞാന് ജപം തന്നെ നമ്മളെല്ലാം ജപിക്കുമ്പോൾ ചില ആളുകളെല്ലാം, എല്ലാവരും അല്ല, എന്നെ പോലുള്ള പുതിയ ഭക്തന്മാർ അല്ലെങ്കിൽ ജപ ചെയ്യുമ്പോൾ തന്നെ പലപ്പോഴും ഒരു റൗണ്ട് പോലും നമുക്ക് ഫുൾ അറ്റൻഷനോടുകൂടി ജപിക്കാൻ സാധിക്കാറില്ല. ഒരു 2-3 മുത്തുകൾ കഴിയുമ്പോഴേക്കും നമ്മുടെ അറ്റൻഷൻ പല സ്ഥലങ്ങളിലേക്കും പോയിരിക്കും. അതുകൂടാതെ ശില പ്രഭുപാദ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ജപിക്കുന്നത് വളരെ വ്യക്തമായി കേൾക്കണമെന്ന് ശില പ്രഭുപാദ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും ജപിക്കുമ്പോൾ ആദ്യത്തെ ഒരു റൗണ്ട് എല്ലാം ചിലപ്പോ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്ന് ജപിക്കുമായിരിക്കും. പക്ഷെ കൂടുതൽ സമയം ചെല്ലുന്തോറും, കാരണം നമുക്ക് വർക്കിംഗ് ആണെങ്കിൽ നമുക്ക് ഇത്ര സമയത്തിനകത്ത് ഇന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, അല്ലെങ്കിൽ കുടുംബസ്ഥരാണെങ്കിൽ കുട്ടികൾ സ്കൂളിലേക്ക് പോകണം, അവരെ സ്കൂളിലേക്ക് വിടാനുള്ള തിരക്കുകൾ, അങ്ങനെ പല തിരക്കുകളിലും പെട്ട് കിടക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. എല്ലാവരുമല്ല, കുറച്ച് ആളുകൾ. അപ്പോ അത്തരക്കാർ ജപം പൂർണ്ണമായും അതിന്റെ ശരിയായ രീതിയിൽ ജപിക്കാൻ കഴിയാറില്ല. നമ്മൾ ഇംഗ്ലീഷിലൊരു ചൊല്ലില്ലേ, പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്ന് പറയുന്നത്. അപ്പോ ആ ചൊല്ലിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. കാരണം നമ്മൾ തെറ്റായ പ്രാക്ടീസ് എത്ര വർഷം പ്രാക്ടീസ് ചെയ്താലും അത് പെർഫെക്ഷനിലേക്ക് കൊണ്ടുപോയില്ല. കാരണം നമ്മൾ ഇതുപോലെ ഹരേ കൃഷ്ണ 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 ഹരേ രാം 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 ഹരേ കൃഷ്ണ 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 ഹരേ രാം 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 ഹരേ ഇങ്ങനെ ജപിക്കുന്ന ആ ഒരു ജപം എത്ര വർഷങ്ങൾ ജപിച്ചാലും അതിന് പെർഫെക്ഷൻ വരില്ല. കാരണം നമ്മൾ അത് ശരിയായ രീതിയിലല്ല പ്രാക്ടീസ് ചെയ്യുന്നത്. പക്ഷെ ആരാണോ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം രാമ രാം ഹരേ ഹരേ എന്ന് ഓരോ വാക്കുകളും പൂർണ്ണമായും ശ്രവിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പൂർണ്ണമായും ഉച്ചരിച്ചുകൊണ്ട് ജപിക്കാൻ ശ്രമിക്കുന്നത്, ആ ജപം ആ പ്രാക്ടീസ് തീർച്ചയായിട്ടും പെർഫെക്ഷനിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്നുള്ളതിന് ഒന്ന് ചെറിയ മാറ്റം വരുത്തി പെർഫെക്റ്റ് പ്രാക്ടീസ് മേക്സ് പെർഫെക്ഷൻ എന്നുള്ളൊരു തത്വത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. കാരണം തെറ്റായിട്ടുള്ള പ്രാക്ടീസ് ഒരിക്കലും ആ ഒരു കർമ്മത്തെ പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരും. ഈ ഒരു ജപത്തിനെ പറ്റിയുള്ള ഒരു HG പാത്രി പ്രഭുവിന്റെ ഒരു തമാശ രൂപത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഒരു ദിവസം ഒരു ഡിവോട്ടി ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ കഥകിൽ ഇങ്ങനെ ആരോ തട്ടുന്ന ശബ്ദം കേട്ടു. അപ്പോ ഈ ഡിവോട്ടി ഒരു സീനിയർ ഡിവോട്ടിയാണ്. അപ്പൊ ഇദ്ദേഹം പോയി കഥക് തുറന്നപ്പോ ഇദ്ദേഹം ഞെട്ടിപ്പോകും. ഇതാരാണ്? 3 യമകിങ്കരന്മാര് വന്നിരിക്കുന്നത്. ഇതെന്താണ് യമകിങ്കരന്മാര്? ഞാൻ ഇത്രയും കാലം ജപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ, നിങ്ങളല്ലല്ലോ വരുന്നത്, നിങ്ങൾ വഴിതെറ്റി വന്നതായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു അവരുടെ. പക്ഷെ ഇവര് പറഞ്ഞു, അല്ല, ഇത്രയും കാലം നീ എന്നെയല്ലേ വിളിച്ചുകൊണ്ടിരുന്നത്, ഞങ്ങളെ വിളിച്ചു. ഞാൻ ഇത് ഈ ശബ്ദങ്ങളാണ് അവരുടെ പേരുകൾ എന്നാണ് പറയുന്നത്. ഇതൊരു തമാശ കഥയാണ്. പക്ഷെ അദ്ദേഹം പറയുന്നത്, ഇങ്ങനെ തെറ്റായി ജപിക്കുന്നത് കൊണ്ട് യാതൊരു കാര്യമില്ല. പക്ഷെ ആരാണോ ശരിയായ രീതിയിൽ ജപിക്കാൻ ശ്രമിക്കുന്നത്, കാലക്രമേണ അവരുടെ ജപം ശരിയായ ജപമായി മാറും എന്ന് അദ്ദേഹം പറയുന്നു. അപ്പൊ അത് എനിക്ക് വളരെ ഒരു ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി. കാരണം പലപ്പോഴും ഞാൻ ഈ തിരക്ക് കാരണം, അല്ലെങ്കിൽ ഈ എന്തെങ്കിലും ഒരു തിരക്ക് സ്വയം ഉണ്ടാക്കുന്ന തിരക്ക് തന്നെയാണ്, പക്ഷെ ഇങ്ങനെ ജപം വളരെ സ്പീഡാക്കി ഇങ്ങനെ കൊണ്ടുപോകും. അപ്പൊ പല അക്ഷരങ്ങളും നമ്മൾ അതിൽ നിന്ന് മിസ്സായി പോകും, ശരിക്കും കേൾക്കുന്നില്ല. അപ്പൊ പിന്നീട് ഞാൻ അങ്ങനെ മനസ്സിലാക്കിയത്, ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് തന്നെ ആയിരിക്കണം നമ്മുടെ എന്താ പറയാ, ശ്രീ ചൈതന്യ മഹാപ്രഭു ഹരിനാമ സങ്കീർത്തനത്തിന് അത്രയും പ്രാധാന്യം കൊടുത്തത് എന്ന് എനിക്ക് തോന്നുന്നു. ജപം ഹരിനാമ സങ്കീർത്തനത്തിന്റെ ബാക്ക് ബോൺ ആണ്. പക്ഷെ അറ്റൻഷൻ ഇല്ലാത്ത വ്യക്തിക്കും ജപിക്കാനുള്ള ഒരു അവസരമാണ് നാമസങ്കീർത്തനത്തിലൂടെ ലഭിക്കുന്നത്. കാരണം ഇപ്പൊ ഞാൻ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഈ ഒരു
ഏത് ട്യൂണിൽ പാടിയാലും ഏതൊരു വ്യക്തി പാട്ടറിയാത്തവനാണ് ആരാണെങ്കിലും ആ നാമസങ്കീർത്തനത്തിനോടൊപ്പം ഇത് പാടുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ഈ പൂർണ്ണമായും ഈ ഹരിനാമം ജപിച്ചിരിക്കും. ഒരു ലെറ്റർ പോലും മിസ്സാവാതെ, ഒരു ലെറ്റർ പോലും ശ്രവിക്കാതെയും അദ്ദേഹം പോവില്ല. കാരണം അദ്ദേഹം പാടുന്നത് തീർച്ചയായിട്ടും അദ്ദേഹം ശ്രവിച്ചിരിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. ആര് വേണമെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. കാരണം ജപിക്കുമ്പോൾ പലതും നമ്മൾ മിസ്സായിക്കൊണ്ടിരിക്കും. അക്ഷരങ്ങൾ പലതും പൂർണ്ണമായിരിക്കില്ല. അതുകൂടാതെ നമ്മൾ ശ്രവിക്കുകയുമില്ല. പക്ഷെ നാമസങ്കീർത്തനത്തിലിരിക്കുമ്പോൾ നമ്മൾ പാടുമ്പോൾ ഏത് ട്യൂൺ ആയിക്കോട്ടെ, വളരെ സിമ്പിൾ ആണെങ്കിലും കോംപ്ലക്സ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ആ ഒരു വേർഡ് പോലും നമ്മൾ അതിൽ നിന്ന് മിസ്സാക്കാറില്ല. നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ടായിരിക്കണം ശ്രീ ചൈതന്യ മഹാപ്രഭു ഈ കലിയുഗത്തിന് ഹരിനാമ സങ്കീർത്തനം ഒരു യുഗധർമ്മമായിട്ട് ഇവിടെ കൊണ്ടുവരാൻ കാരണം കലിയുഗത്തിലെ ആളുകളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അവരത്രയും മടിയന്മാരും ശ്രദ്ധയില്ലാത്തവരും അലസന്മാരും എല്ലാമാണ്. അപ്പൊ അവർക്ക് ഈ ജപത്തിൽ ശ്രദ്ധിക്കുവാനും അല്ലെങ്കിൽ അത് ഉരുവിടാനുമുള്ള വളരെ ബുദ്ധിമുട്ടുകൾ കാണുമായിരിക്കും. അങ്ങനെയുള്ള മണ്ടന്മാർക്കും മന്ദമതയോ അങ്ങനെയുള്ള ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ പെർഫെക്ഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഹരിനാമ സങ്കീർത്തനം ശ്രീ ചൈതന്യ മഹാപ്രഭു ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോ എവിടെയെല്ലാം ഹരിനാമ സങ്കീർത്തനം നടക്കുന്നു അവിടെയെല്ലാം എല്ലാവരും അറ്റൻഡ് ചെയ്യുക. ചുമ്മാ കൈകെട്ടി അല്ലെങ്കിൽ മറ്റുള്ള സംഭാഷണങ്ങളിൽ ഏർപ്പെടാതെ നാമസങ്കീർത്തനത്തിൽ പൂർണ്ണ മനസ്സോടുകൂടി ഏർപ്പെടാൻ ശ്രമിക്കുക. ആ ഭക്തന്മാരെ അവിടെ ജപിക്കുന്ന ആ രീതിയിൽ ട്യൂണിൽ നമുക്ക് പാടാൻ പറ്റിയില്ലെങ്കിലും അതിനോട് ചേരുന്ന നമുക്ക് എങ്ങനെയാണോ പറ്റുന്നത് ആ രീതിയിൽ നമ്മൾ ആ നാമം ജപിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ഒരു സിലബിൾ പോലും മിസ്സാവാതെയും ഒരു സിലബിൾ പോലും കേൾക്കാതിരിക്കാൻ ഇടവരില്ല. കാരണം തീർച്ചയായിട്ടും നമ്മൾ അതിൽ 100% അത് ഉച്ചരിച്ചിരിക്കും, 100% അത് കേട്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഭഗവാൻ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ, എന്നെ മാത്രം ശരണം പ്രാപിക്കൂ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ ശ്രീമദ് ഭഗവത്ഗീതയിൽ. അപ്പോ കലിയുഗത്തിൽ മാം എന്ന് പറഞ്ഞാൽ നാമം, ഹരിനാമം. മാം ഏകം, നാം ഏകം, നാം ഭഗവാന്റെ നാമത്തെ ആശ്രയിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഞാൻ ശ്രീപാദ ഇന്ദ്രപ്രഭുവിന്റെ ലെക്ചറിൽ നിന്ന് കേട്ടതാണ്. അപ്പോ സർവധർമാൻ പരിത്യജ്യ മാമേകം, നാം ഏകം, നാം, ആ നാമത്തെ ആശ്രയിക്കൂ. അങ്ങനെ ആശ്രയിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഭഗവാന്റെ കാരുണ്യം ഉണ്ടാകും. ഇത്രയാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ മാത്രം അറിവില്ലായ്മയാണെന്ന് കരുതി എന്നോട് ക്ഷമിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു തരാനുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കറക്ഷൻസ് പറഞ്ഞു തരണം. താങ്ക് യു വെരി മച്ച്. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കി ജയ്. ശ്രീല പ്രഭുപാദ് കി ജയ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. കുറച്ചും കൂടി എടുക്കായിരുന്നു പ്രഭുജി, ഞങ്ങക്ക് മതിയായില്ല നാമത്തിനെ പറ്റി കേട്ടിട്ട്. കുറച്ചൊരു 10 മിനിറ്റ് കൂടി നീട്ടി വെക്കായിരുന്നു. ഹരേ കൃഷ്ണ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. അസംബിൾഡ് വൈഷ്ണവാസ് മാതാജി, നിങ്ങളുടെ ബ്ലെസ്സിംഗില്ലാതെ എനിക്ക് ഒരു വാക്ക് പോലും പറയാൻ പറ്റില്ല മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ദണ്ഡവത് പ്രണാം. നല്ല ക്ലാസ് ആയിരുന്നു പ്രഭു. കുറച്ചേ ഉള്ളെങ്കിലും നല്ല സത്യമായിട്ട് പെർഫെക്റ്റ് പ്രാക്ടീസ് മേക്സ് പെർഫെക്ഷൻ. അത് നാമജപത്തിനെ സംബന്ധിച്ച് പ്രഭുവിന്റെ ഒരു ഇത് വളരെ നന്നായിട്ട് മനസ്സിൽ കൊണ്ടു. അതേപോലെ തന്നെ ഹരിനാമ സങ്കീർത്തനം പലപ്പോഴും ആളുകൾ ചെയ്യാതിരിക്കുന്നത് കാണാം. അത് ചെയ്യാനായിട്ടുള്ള പ്രഭുവിന്റെ ഒരു നിർദ്ദേശവും അത് വളരെ നല്ലതായിട്ട് തോന്നി പ്രഭു. പരപ്പെട്ട് പ്രഭു നന്നായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തു. പ്രഭു അതിനെ പരപ്പെട്ട് തന്നെ മതി നമുക്ക് ശരിക്കും കൂടുതൽ എക്സ്പ്ലെയിൻ. അത് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതിന് വളരെ താങ്ക്സ് പ്രഭു. ഹരേ കൃഷ്ണ. ദണ്ഡവത് പ്രണാം. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. നന്നായിരുന്നു, വളരെ ഗംഭീരമായിരുന്നു. താങ്ക് യു പ്രഭുജി. പ്രഭുവിന്റെ ഇത്രയും വിനയമുള്ള ക്ലാസ്സുകൾ ഇനിയും നമുക്ക് എല്ലാവരും കേൾക്കാനുള്ള ഭാഗ്യം തരട്ടെ. വന്നാൽ പ്രഭുജി.
താങ്ക് യു പ്രഭു. ഓൾ ഗ്ലോറീസ് ടു ഗുരു ആൻഡ് ഓൾ ഗ്ലോറീസ് ടു അസംബിൾഡ് വൈഷ്ണവ. നിങ്ങളുടെ അനുഗ്രഹം അല്ലാതെ ഒന്നും പറയാൻ പറ്റില്ല പ്രഭു. താങ്ക് യു വെരി മച്ച് പ്രഭു. ഹരേ കൃഷ്ണ. മാതാജിയുടെ ക്ലാസ്സും കൂടെ ഒന്ന് പ്രഭു ഷെഡ്യൂൾ ചെയ്യണം. ബാലകൃഷ്ണ മാതാജി. ആ പ്രഭു നേരിട്ട് പറഞ്ഞാൽ മതി പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ ധന്യവാദം. കൃഷ്ണ. നന്ദി. പ്രഭു പ്രണാമം. നന്നായിട്ട് പ്രഭു പറഞ്ഞു തന്നു. പിന്നെ പ്രഭുവിന്റെ ആ വിനയമാണ് പ്രഭു എന്താണ് പറയാ, ജപിക്കുമ്പോ ശരിയാവണില്ല എന്നുള്ളതൊക്കെ തോന്നല്. പ്രഭു അത്രയും ഉയർന്ന ഒരു ഇതായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഭഗവാന്റെ കാര്യങ്ങൾ ഞങ്ങൾക്ക് പോലുള്ളവർക്ക് പറഞ്ഞു തരാൻ സാധിക്കുന്നത്. അതിന് തന്നെ പ്രണാമം. ഹരേ കൃഷ്ണ. നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. മാതാജി എനിക്ക് അത്രയും വിനയൊന്നുമില്ല മാതാജി. ഞാൻ ഇങ്ങനെ എന്താ പറയാ, പ്രഭു ഭഗവാന്റെ കാര്യം നമ്മൾ അത്രയും ഡൗൺ ടു എർത്ത് ആയി പോണതാണല്ലോ. അതിപ്പോ പ്രഭുവിന്റെ മാത്രല്ല, എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. അത് നല്ലൊരു ക്വാളിറ്റി അല്ലേ, ഒരു ഭക്തന് വേണ്ട ഒരു ക്വാളിറ്റി അല്ലേ പ്രഭു. താങ്ക് യു മാതാജി. എനിക്ക് തന്നെ പലപ്പോഴും എന്റെ സ്വഭാവം ഇഷ്ടപ്പെടില്ല. ഞാൻ ചിലപ്പോ പെട്ടെന്ന് ദേഷ്യപ്പെടും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് പൊട്ട ചീത്ത കാര്യങ്ങളുണ്ട്. അപ്പോ അതെല്ലാം കാലക്രമത്തിൽ മാറുന്നു വിചാരിക്കുന്നു മാതാജി. ഹരേ കൃഷ്ണ. പ്രഭു ഒക്കെ പ്രായമൊക്കെ എത്രയല്ലേ ഉള്ളൂ പ്രഭു, അതൊക്കെ ഉണ്ടാവും. കുറച്ച് കഴിയുമ്പോ അതൊക്കെ ശരിയായിക്കോളൂ കേട്ടോ. ഹരേ കൃഷ്ണ. ഇപ്പൊ തന്നെ പിന്നെ പ്രഭു എന്തിനാ വിഷമിക്കണേ? ഭഗവാന്റെ കാരുണ്യം ഗുരു എന്താ പറയാ ഭക്തന്മാരുടെ സംഘം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. ഭഗവാൻ പറയുന്ന പോലെ അഭ്യാസേനത് കൗന്ദേയ അല്ലെ, അഭ്യാസം കൊണ്ട് തന്നെ നമുക്ക് പറ്റുള്ളൂ. ജപം എത്ര ജപിച്ചാലും ശരിയാണ്, അതങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് ആ ഒരു അത്രയ്ക്കുള്ളൊരു ഇത് വരണമെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ കാരുണ്യം ശരിക്കും വേണം. അപ്പോഴേ ആ ഫീല് നമുക്കുള്ളൂ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. പ്രഭു മാതാജി എക്സിറ്റ് ചെയ്യാമോ? വാഞ്ചകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവവൃന്ദകി ജയ്. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.